എങ്ങനെയുണ്ട് നോർത്തിൽ പോയിട്ട്? നോർത്തില് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു കൾച്ചറാണ്. നമ്മള് ഫസ്റ്റ് ഒക്കെ കയറി വന്നപ്പോ ചെറുതായിട്ട് ബുദ്ധിമുട്ടി. വേറൊരു കൾച്ചറാണ്, ലാംഗ്വേജ് വേറെയാണ്, പിള്ളേര് വേറെയാണ്. ഇപ്പൊ നന്നായിട്ട് ഹിന്ദി ഒക്കെ പറയില്ലേ? ഹിന്ദിയൊക്കെ റെഡിയാണ്. ഹിന്ദി ആദ്യം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നോ? ആദ്യമേ ഹിന്ദി സംസാരിക്കുമായിരുന്നോ? ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മള് സ്കൂളിൽ പഠിക്കുന്നത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ റെഡിയാകും. പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാനല്ലോ. പരീക്ഷയ്ക്ക് മാർക്ക്. പിന്നെ ഇനിയിപ്പൊ ഹിന്ദി അറിയെങ്കിലും കൂടെ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ സ്ലാങ് ഒക്കെ ഡിഫറെന്റ് അല്ലേ. അപ്പം ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാൺപൂർ ഐഐടിയിലല്ലേ? എനിക്ക് കാൺപൂർ എന്ന് പറയുമ്പോഴേക്ക് ഓർമ്മ വരില്ല. എന്താണെന്നറിയോ, ഞാൻ അലിഗഡിലാണ് പഠിച്ചത്. ഒരിക്കൽ ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് MSc കഴിഞ്ഞതിന് ശേഷം എൻ്റെ റൂംമേറ്റ് കാശ്മീരായിരുന്നു. അപ്പൊ അവൻ ഓൾറെഡി കാശ്മീരിലേക്കുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പരീക്ഷ കഴിയാൻ നിൽക്കുകയായിരുന്നു. എനിക്കും കൂടി അവന് ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കാശ്മീരൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞാൻ മാത്രമേ ഉള്ളൂ ക്യാമ്പസിൽ വന്ന്. എനിക്ക് പിന്നെ അലിഗഡിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് അലിഗഡിലേക്ക് പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞാൻ ചോദിച്ചു, അലിഗഡ്ക്ക് പോകുന്ന ട്രെയിനിനെ കുറിച്ച് എൻക്വയറിയിൽ അന്വേഷിച്ച് പറഞ്ഞു, കോയി ട്രെയിൻ അഭിനയേ. എന്താ സംഭവം? അപ്പൊ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഇപ്പൊ ഇൻഫോർമേഷൻ ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ ഭയങ്കര ടയർഡാന്ന്. പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് അവിടെ ചായ വിൽക്കുന്ന ആളോട് ഞാൻ ചോദിച്ചു, അലിഗഡ് ജാനെ വാലെ കോയി ട്രെയിൻ ഹേ? അപ്പൊ എന്നോട് മുമ്പിൽ ട്രെയിൻ ഉണ്ട്, ഈ ട്രെയിൻ പോകുന്നു പറഞ്ഞു. ഞാൻ ഒന്നും നോക്കിയില്ല, ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. ചാടി കയറി ട്രെയിനിൽ കയറി ട്രെയിൻ പോകാൻ തുടങ്ങി. നല്ല തിരക്കാണ് ട്രെയിന്. അപ്പോ ബീഹാറിലേക്ക് പോണ ട്രെയിനാണ് എന്നാണ് എന്റെ ഓർമ്മ കേട്ടോ. ബീഹാറാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോ ട്രെയിന് പോയി ഹൈ സ്പീഡിലാണ് പോണത്. ഭയങ്കര സ്പീഡ്, നോർമലി ഇല്ലാത്ത സ്പീഡിൽ ട്രെയിൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചതിന്റെ പിന്നെ അകല സ്റ്റോപ്പ് കാണാനായിരുന്നു. അപ്പൊ അന്വേഷിച്ചപ്പോ എന്നോട് പറഞ്ഞെന്താ പറയാ, കാൺപൂരാണ് അടുത്ത സ്റ്റോപ്പ്. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഡൽഹിയിൽ നിന്ന് അലിഗഡ്ക്ക് വരുന്നതിനേക്കാളും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കാൺപൂരിൽ നിന്ന് തിരിച്ച് അലിഗഡിലേക്ക് വരാൻ. ഫസ്റ്റ് സ്റ്റോപ്പ് തന്നെ അവിടെ കിടക്കുന്നത്. എന്ന് വെച്ചാൽ അലിഗഡിൽ ഇതിന് സ്റ്റോപ്പ് ഇല്ല. അതുകൊണ്ടാണ് ഇവരോട് പറഞ്ഞത് ട്രെയിന് അലിഗഡ്ക്ക് പോകുന്ന ട്രെയിനിനെ പറ്റി ഇൻഫർമേഷൻ ഇല്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ കാൺപൂരിൽ നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് അതാ ഓർമ്മ വരില്ലേ. പിന്നെ ഞാൻ വഴിയിൽ ചാടി ഇറങ്ങിട്ടാ, എവിടെ സ്റ്റോപ്പ് ആയ സമയത്ത് ഇറങ്ങിയ കഥ. അത് വലിയൊരു സ്റ്റോറിയാണ്. അത് പോട്ടെ. എങ്ങനെയുണ്ട് ക്യാമ്പസ് ഒക്കെ? എങ്ങനെയുണ്ട്? ക്യാമ്പസ് ഒക്കെ അടിപൊളിയാണ്. അടിപൊളിയാണല്ലേ? 1100 ഏക്കറിന്റെ ക്യാമ്പസ് ആണ്. പിന്നെ ഫെസിലിറ്റീസ് ഒക്കെ ആയാലും ലെക്ചർ ഹാൾസ് ഒക്കെ ആയാലും നല്ല ഏരിയ ആണ്. നമുക്ക് ചില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ക്യാമ്പസിനകത്ത് തന്നെ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങൾ. നമ്മുടെ ലൈബ്രറിന്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ടൊരു ഫൗണ്ടെയിൻ പോലത്തെ സംഭവം. പിന്നെ OIT, അത് കാൺപൂർ OIT അത്യാവശ്യം ഫേമസ് ആണ്. നമ്മള് വലിയ റൗണ്ട് ആയിട്ടുള്ള ഒരു ഏരിയയും. ക്യാമ്പസ് എത്ര ഏക്കേഴ്സ് ആണെന്നുള്ള എന്തെങ്കിലും ധാരണ ഉണ്ടോ? 1055. ഓ മൈ ഗോഡ്. ഓക്കേ, എല്ലാം ഉണ്ട്. നമുക്കിപ്പം ജസ്റ്റ് ഏറ്റവും മെയിൻ ആയിട്ട് ഇതാ, നമുക്ക് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. ക്യാമ്പസ് ഇപ്പൊ ഡോമിനോസ് ആയാലും അങ്ങനെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ക്യാമ്പസിനകത്ത്. എല്ലാ ടൈപ്പ് ഷോപ്സ് ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ശരിക്കും ഒരു മിനി ടൗൺ തന്നെയാണ് ക്യാമ്പസ്. നീ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ, നിനക്ക് കീമാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നീ ഇവിടെ എവിടെയെങ്കിലും ജോയിൻ ചെയ്യുന്ന? അതൊന്നും നിനക്ക് ചിന്തിക്കാൻ പോലും ഇപ്പൊ കഴിയില്ല അല്ലേ? ഞാൻ ആക്ച്വലി ഞാൻ ഇപ്പൊ ഡ്രോപ്പ് ചെയ്തതാണല്ലോ. അപ്പൊ ഫസ്റ്റ് ഇയറിൽ ഞാൻ കീം അറ്റംപ്റ്റ് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഇടുക്കി കോളേജ് കിട്ടല്ലോ. അപ്പൊ ഞാൻ അത് ഫിക്സ് ചെയ്യാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ എന്താ ഒരു ഉൾവിളി എന്നൊക്കെ പറയുന്ന പോലെ ഒന്നുകൂടെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് JEE എഴുതിയ ടൈമില് ഫസ്റ്റ് സെഷൻ എഴുതി വന്നിട്ട് തന്നെ അയ്യോ അമ്മ എനിക്ക് എഴുതണ്ടെന്ന് പറഞ്ഞു വന്ന ആളാ. എനിക്ക് അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു. കാരണം ഞാൻ ഒരു പ്രിപ്പറേഷൻ മീൻസ് ഗോയിങ് ബാച്ചിൽ ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്തില്ല. ആദ്യമായിട്ട് JEE എന്ന് പറഞ്ഞ് കേൾക്കുന്നു, JEE എഴുതുന്നു, ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു. എന്താ പറയാ, അങ്ങനെ തിരിച്ചു വന്നാ ഞാൻ നീറ്റ് എഴുതിക്കോളാം. എനിക്ക് അങ്ങനെ ഒരു പ്രോപ്പർ ഫോക്കസും ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിലൊക്കെ. പിന്നെയാണ് ഞാനൊന്ന് ഇരുന്ന് ഫിൽട്ടർ ചെയ്ത് എന്താണ് എന്റെ ഇൻട്രസ്റ്റ് എന്നൊക്കെ നോക്കി എന്നത് ഒന്നുകൂടെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം, ചിലപ്പോ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. ഏതായാലും ആ ഒരു തോട്ട് പ്രോസസ് എത്ര മാറ്റം ഉണ്ടാക്കി ലൈഫിൽ അല്ലേ? ലൈബ്രറി ഒക്കെ എങ്ങനെ ഫുൾ ടൈം 24 hour ലൈബ്രറി ആണോ? അല്ല, ആക്ച്വലി രാത്രി 12 വരെ ഉള്ളൂ. പക്ഷെ എക്സാം ഒക്കെ അടുക്കുമ്പോ നമ്മൾ പിള്ളേരെല്ലാരും കൂടി റിക്വസ്റ്റ് ചെയ്താൽ 24 hour ആക്കി തരും. പിന്നെ ലൈബ്രറി എന്ന് പറയുന്ന അറിയാലോ, അതായത് സാറിന് എക്സ്പീരിയൻസ് ഉണ്ടാവല്ലോ. നമുക്ക് ഇവിടെ ലൈബ്രറി പറയുമ്പോ ബുക്ക് എടുക്കുന്നു, വായിക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ പിള്ളേര് അവിടെ പഠിക്കാൻ നമ്മൾ ഇരിക്കുന്ന തന്നെ ലൈബ്രറിയിലാണ്.
അത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ടത്. ഞാൻ ഇവിടുന്ന് നമുക്ക് ലൈബ്രറി എന്ന് പറയുമ്പോൾ ഒരു കോൺസെപ്റ്റ് എന്താ, നമുക്ക് ആവശ്യമുള്ള ബുക്കുകളൊക്കെ ലൈബ്രറിയിൽ ഉണ്ടാവും. നമുക്ക് ആ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കുക, എന്ന് വീട്ടിൽ പോവുക, അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ ബുക്ക് കൊണ്ടുവന്നു പഠിക്കുക. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഞാനും കാണുന്നത് ലൈഫിൽ ആദ്യമായിട്ട് റൂമിൽ നിന്ന് ആരും പഠിക്കുന്നില്ല. റൂമിൽ നിന്ന് പഠിത്തം എന്ന് പറഞ്ഞ പരിപാടിയില്ല. നമ്മളൊരു പഠനത്തിന് പഠിക്കുന്ന കോൺസെപ്റ്റ് എന്താ, നല്ല ഒറ്റക്കിരിക്കണം, നമ്മൾ മാത്രം ഒരു റൂമില്, അല്ലെങ്കിൽ വല്ല ഗ്രീനറി ഒക്കെ ഇങ്ങനെ പുറത്ത് കാണണം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ടായിരുന്നു ഞാനവിടെ ചെന്നത്. അവിടെ റൂമൊന്നും ഒരാളും പഠിക്കുന്നില്ല. എല്ലാവരും അവനവന്റെ കയ്യിലുള്ള ബുക്കുകളും കൂടെ എടുത്തിട്ട് ലൈബ്രറിയിലേക്ക് അങ്ങോട്ട് പോകും, അല്ലേ? അങ്ങനെ തന്നെ ലാപ്ടോപ്പും എല്ലാ ചാർജറും ഒക്കെ എടുത്ത് അങ്ങോട്ട് പോകും. എന്നിട്ട് ആവശ്യമുള്ള ബുക്സ് അവിടെ നിന്ന് എടുക്കുന്നു. അവിടെ വലിയ സ്റ്റഡി ഹാളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ. ഓക്കെ, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് അന്ന് 24 hour ലൈബ്രറി, അന്ന് 24 hour ഇല്ല അവിടെ. അന്ന് നൈറ്റിൽ 2 PM വരെയാണ്, രാത്രി 2 മണി വരെയാണ് ലൈബ്രറി. അപ്പൊ ഞാൻ ലൈബ്രറിയിൽ തുടക്കത്തിൽ പോവാറേ ഇല്ലായിരുന്നു. കാരണം ഞാൻ ഈ ആശയക്കാരനാണ്. റൂമിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ള തോന്നലായിരുന്നു. എന്നിട്ട് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, പിറ്റേന്ന് വരുമ്പോൾ കുട്ടികൾ മലയാളികളൊക്കെ കാണുമ്പോൾ ഇന്നലെ ലൈബ്രറിയിൽ ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര റഷായിരുന്നു, 2 o'clock വരെ ഭയങ്കര റഷായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ദിവസം ഞാൻ അലാറൊക്കെ വെച്ചിട്ട്, പിന്നെ ക്യാമ്പസിൽ ഞങ്ങൾക്ക് സൈക്കിളാണ്. നിങ്ങൾ സൈക്കിൾ യൂസ് ചെയ്യുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാനൊരു 15 years ബാക്കിലെ കഥയായിട്ടാ പറയുന്നത്. അങ്ങനെ സൈക്കിളൊക്കെ എടുത്തിട്ട് രാത്രിയിൽ 1 മണിക്ക് ലൈബ്രറിയിലേക്ക് പോയത് എനിക്ക് ഓർമ്മയുണ്ട് ആദ്യമായിട്ട്. അപ്പോഴാണ് അവിടെ ഓരോരുത്തർ ലൈബ്രറിയിൽ നന്നായിട്ട് പഠിക്കുന്നു, കുറെ പേര് പുറത്തിരുന്ന് ചായ കഴിക്കുന്നു, ഭയങ്കര ലൈവാണ്. അങ്ങനെയാണ് ലൈബ്രറിയോട് ഇങ്ങനെ അടുത്ത് വരുന്നത്. പിന്നെ ഞാനും ആ ട്രാക്കിലേക്കായി, ബുക്കൊക്കെ എടുത്തിട്ട്. പിന്നെ ലൈബ്രറി പോകാതെ പഠിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ നമുക്ക് അവിടെ അടുത്ത് തന്നെ ക്യാൻറ്റീൻ ഒക്കെ 4 മണി വരെ ഓപ്പൺ ആയിരിക്കും. ചെറുതായിട്ട് ബ്രേക്ക് എടുക്കാൻ താഴെ വരുന്നു, ചായ കുടിക്കുന്നു, അങ്ങനെ ചില്ലായിട്ടിരുന്ന് പഠിക്കാം. ലൈബ്രറി വലിയൊരു സംഭവം തന്നെ ആയിരുന്നു കേട്ടോ. കാരണം ഇപ്പോഴും എന്റെ മനസ്സിലുള്ള വലിയൊരു ഓർമ്മ എന്ന് പറഞ്ഞത് ലൈബ്രറിയുമായി ബന്ധപ്പെട്ട ഓർമ്മകളാണ്. എങ്ങനെയുണ്ട്? ഫസ്റ്റിൽ എന്തായിരുന്നു? റാഗിങ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ IIT-ൽ? ആക്ച്വലി ഇല്ല, നമ്മള് ആന്റി റാഗിങ് ഇതൊക്കെ എഴുതി കൊടുത്തിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷെ ബോയ്സ് ഹോസ്റ്റലുണ്ട് ചെറുതായിട്ട്. പിന്നെ നമുക്ക് അവിടെ മെയിൻ ആയിട്ട്, അത് ആക്ച്വലി നമ്മുടെ കാൺപൂരിന്റെ ഒരു സീക്രട്ട് ആണ്, നമുക്ക് കോൽന എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ട്. ഒരു ഇൻട്രോ, സെൽഫ് ഇൻട്രോ, ഒരു 1 paragraph ഹിന്ദിയില്. അത് പക്ക ഹിന്ദി, ഒരു വേർഡ് പോലും നമ്മള് ഇംഗ്ലീഷിൽ പോലും പറയാൻ പാടില്ല. ഫുൾ IIT-യുടെ തന്നെ ഹിന്ദി. ആക്ച്വലി ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളത് കേട്ടോ സത്യം. അപ്പം ആ ഒരു പാരഗ്രാഫ് 1 breath-ൽ പറയണം. സീനിയേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സീനിയേഴ്സ് വരുമ്പോഴും ഫസ്റ്റ് കോലിനകത്ത് വെക്കുകയെന്നാ ചോദിക്കുക. പക്ഷെ നമ്മൾ സൗത്തിൽ നിന്ന് പറയുമ്പോ അവര് കുറച്ച് കൺസിഡറേഷൻ തരും കേട്ടോ. നോർത്തിലെ പിള്ളേരൊക്കെ പറയും, പക്ഷെ ഇത്രേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. അത് പിന്നെ ക്യാമ്പസിലാണോ അതോ ഹോസ്റ്റൽസിലാണോ? ഹോസ്റ്റൽസിലായിരിക്കും. നമ്മളിപ്പോ ഏതെങ്കിലും സീനിയേഴ്സിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഏതെങ്കിലും സീനിയേഴ്സിനെ വേറൊരു സീനിയർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരികയാണെങ്കിലും, ഈ ഒരു സംഭവമാണ് ചെറുതായിട്ട്. പക്ഷെ അതങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു അതുപോലത്തെ ഇൻട്രോ തന്നെ പറയാം. ഹോസ്റ്റലിൽ തന്നെ വീക്കിലി 1 day ഇൻട്രോക്കുള്ളതാ. അങ്ങനെയായിരുന്നു ആ ഒരു ദിവസം. പിന്നെ നമ്മള് സീനിയേഴ്സ് ഒക്കെ വന്ന് നമ്മളൊരു ഇൻട്രോ നമ്മൾ കൊടുക്കണം. അവൻ നമ്മളെ പറ്റിയുള്ള കാര്യങ്ങളും അവർ പറയുന്ന പോലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ്, മൈന്യൂട്ടായിട്ട്, അത്രേ ഉള്ളൂ. ഹോസ്റ്റൽ ഇങ്ങനെ പിന്നെ ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു അലിഗഡിൽ അങ്ങനെ തന്നെ തോന്നുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് ഹോസ്റ്റൽസിന് ഒരു ഹോൾ എന്ന് പറയാം. ഇപ്പോ ഞാൻ SS നോർത്ത് ഹോളിലാണ്. ഹോൾ എന്ന് പറഞ്ഞത് ഹോളല്ല കേട്ടോ, ഗ്രൂപ്പ് ഒരു ക്ലസ്റ്റർ ഓഫ് ഹോസ്റ്റൽസ് ആണ് ശരിക്കും. അതിനാണ് ഒരു പ്രൊവോസ്റ്റ് ഉണ്ടാവും, ഒരു പ്രൊവോസ്റ്റ് ഓഫീസ്. എന്നിട്ട് ആ പ്രൊവോസ്റ്റ് ആണ് ഈ പിന്നെ അതിന്റെ കീഴിൽ ഒരുപാട് ഹോസ്റ്റൽസ് ഉണ്ടാവും. ഒരു ഹോസ്റ്റൽസ് അവിടെ കാണാൻ മാത്രമുള്ള ഒരു സംഭവം സത്യത്തിൽ ഹോസ്റ്റല്. ക്യാമ്പസിന്റെ വലിയൊരു പാർട്ട് എന്ന് പറയുന്നത് ശരിക്കും ഇത്തരം ഹോസ്റ്റൽസ് ആണ്. ശരി, നമുക്ക് ആക്ച്വലി ഹാളിൽ തന്നെ പറയണത്, നമുക്ക് 14 ഹാൾ ഉണ്ട് മൊത്തം. 3 ഗേൾസിന്റെ ഹോസ്റ്റലും ബാക്കി ഫുള്ള് ബോയ്സ്, അങ്ങനെയാണ്. പക്ഷെ നമുക്ക് അവിടെ ഒരു സംഭവം എന്താ വെച്ചാൽ ഇന്റർ ഹോൾ മൂവ്മെന്റ് ഉണ്ട്. 12 മണി വരെ ഏത് ഹാളിലും നമ്മള് പിള്ളേരൊക്കെ പഠിക്കും. ഗ്രൂപ്പ് സ്റ്റഡി ഒക്കെ നടത്താൻ വേറെ ഹാളിൽ പോവും. ഇപ്പൊ വേറെ ഹാളിന്റെ ഡേ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോവാം. 12 AM വരെ അലൗഡ് ഉള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചു വരും, അങ്ങനെയാണ്. പിന്നെ ക്യാമ്പസിന് പുറത്തു പോവാറുണ്ടോ? പുറത്തു പോവാറുണ്ട്. നമുക്ക് വലിയ കാൺപൂർ അങ്ങനെ വലിയൊരു ഇതൊന്നും ഇല്ല. ബട്ട് നമുക്ക് ഇറങ്ങുന്നിടത്ത് തന്നെ മെട്രോ ഉണ്ട്, മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അങ്ങനെ അവിടെ അടുത്ത് കുറച്ച് മോളും കാര്യങ്ങളും
അങ്ങനെയൊക്കെ ഉണ്ട്. കാൺപൂർ വലിയ ടൗൺ ആണോ? എങ്ങനെ? ആക്ച്വലി അത്ര ഡെവലപ്ഡ് അല്ല കാൺപൂര്. ക്യാമ്പസിന്റെ ഇൻസൈഡ് തന്നെയാണ് ഏറ്റവും ഇൻസൈഡ് ആണ് നമുക്കൊരു ഏറ്റവും ഉഷാറ്. നമ്മൾ ഇവിടൊക്കെ ഐ മീൻ ഇവിടെ എല്ലാവരും എന്റർടൈൻമെന്റ് സംഭവങ്ങളൊന്നും അധികം ഇല്ല. ഇപ്പൊ ഡൽഹി ഒക്കെ ആയിട്ട് ഡൽഹി ബോംബെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതില്ല. പക്ഷെ ക്യാമ്പസ് വലിയ സംഭവം. ഇപ്പൊ IIT ഡൽഹിയിലെ പിള്ളേര് നമ്മളവിടെ ഫെസ്റ്റ് ഒക്കെ ഉണ്ടാകുമ്പോ വരും. അവര് പറയണ അവരുടെ ഒരു ഹോസ്റ്റലിലൊക്കെ ആ ഒരു റേഞ്ചേ ഉള്ള അവരുടെ ടോട്ടൽ ക്യാമ്പസ്. അപ്പൊ ക്യാമ്പസ് നല്ല വലിയ ക്യാമ്പസ് ആണ്. നമുക്ക് അവിടെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നൈറ്റ് ലൈഫ്. നമുക്ക് ഇവിടെ ആലോചിക്കുമ്പോ അത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കോൺസെപ്റ്റ് ആണ് നൈറ്റ് ലൈഫ്, നൈറ്റ് ഔട്ട് എന്നൊക്കെ. നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് അത് എനിക്കൊന്ന് നോർത്തിൽ തന്നെ പല കോളേജിലും അതില്ല. ഈവൻ ഇപ്പൊ ബാംഗ്ലൂരാണ് ഭയങ്കര ഫ്രീഡം എന്നൊക്കെ പറയുകയാണെങ്കിലും ബാംഗ്ലൂരൊന്നും അത്രല്ല. ഗേൾസ് ഒക്കെ ഇത്ര മണിന്റെ മുന്നേ ഹോസ്റ്റലിൽ കയറണം. നമുക്ക് ഫ്രീഡം ഉണ്ട്. അത് നല്ല രീതിക്ക് യൂസ് ചെയ്താല് നമുക്ക് നല്ല എൻജോയ്മെന്റ് വേണം. വളരെ മെച്ചൂർഡ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത് അങ്ങനെ ആ രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുക. ക്യാമ്പസിൽ പിന്നെ ബൈക്ക് ഓടിക്കുന്ന കുട്ടികളുണ്ടോ? ബൈക്ക് യൂസ് ചെയ്യുന്നത് സ്റ്റുഡൻസിന് ബൈക്ക് അലൗഡ് അല്ല അല്ലേ? ഓക്കെ, നല്ല നല്ല നീക്കം. അപ്പൊ എല്ലാവരും ചില പ്രൊഫസേഴ്സ് തന്നെ സൈക്കിൾ യൂസ് ചെയ്യുന്നവരുണ്ട്. എന്റെ പ്രോസസ് മുഴുവൻ അന്നത്തെ അതൊക്കെ ആരാ പ്രോസസ് അറിയോ? വേൾഡ് ഫേമസ് പ്രോസസ്സാ. ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് എടുത്തിരുന്ന സാറ് പ്രൊഫസർ JP ശ്രീവാസ്തവ സാറാണ്. സാറ് എടുക്കുന്നത്, സാറ് എഴുതിയ ബുക്കാണ് സാറ് ക്ലാസ് എടുക്കുന്നത്. അത് ആ ക്യാമ്പസിന് മാത്രമല്ല. ഞാന് പിന്നെ ബ്രിട്ടനിലെ പല യൂണിവേഴ്സിറ്റീസിനെയും കാര്യങ്ങൾ പിന്നെ സെർച്ച് ചെയ്ത സമയത്ത് അവരൊക്കെ റെഫറൻസ് കൊടുത്തിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ ബുക്കാണ്. അപ്പൊ അവരൊക്കെ വരുന്നത് എങ്ങനെയാന്ന് സൈക്കിളിലാണ് വരുന്നതെന്നാ ഞാൻ പറഞ്ഞിരുന്നത്. അതുപോലെ സിംഗ് സാർ, SK സിംഗ് സാറൊക്കെ പിന്നെ ക്വാണ്ടം മെക്കാനിക്സിലെ ഭയങ്കര സംഭവമാണ്. അവരൊക്കെ പിന്നെ വിസിറ്റിംഗ് ലെക്ചേഴ്സിന് വേണ്ടിയിട്ട് പുറത്തു പോകും. ഈ ആഴ്ച ഇവിടെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച പിന്നെ വരും, പിറ്റത്തെ ആഴ്ച പോകും. ഈ രൂപത്തിൽ ഞാൻ പറഞ്ഞിരുന്നത് ഇവരൊക്കെ യൂസ് ചെയ്യുന്നത് സൈക്കിളാണ്. ആർക്കും ഒരു മടി അങ്ങനെ ഒന്നുമില്ല. നമുക്കിവിടെ സൈക്കിളിൽ പോകുമ്പോഴേക്കും എന്താ വെച്ചാൽ ഭയങ്കര കോംപ്ലക്സ്. സൈക്കിളിൽ പോകാൻ ആരെയും കാണുമോ? ചിലർക്ക് താല്പര്യമുണ്ട് ഇവിടെ സൈക്കിളിൽ പോകാനൊക്കെ, ഹെൽത്ത് കൺസേൺ ഒക്കെ ആയിട്ട്. പക്ഷെ അവരൊക്കെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോംപ്ലക്സ് എല്ലാവരും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ നല്ലൊരു എക്സസൈസ്. ഇപ്പൊ എന്റെ ഹാളിൽ തന്നെ ഒരു 1 കിലോമീറ്റർ ഉണ്ട് അക്കാഡമിക് ഏരിയയിലേക്ക്. പക്ഷെ നമുക്ക് അങ്ങനെ തോന്നത്തൊന്നുമില്ല. രസമാണ്. പിന്നെ നോൺ പൊല്യൂട്ടിംഗ് ആണ്, അതാണ് അതിലെ മെയിൻ പോയിന്റ്. ബൈക്കും മറ്റേതെല്ലാരും കൂടെ ആയിട്ട് ഭയങ്കര ബഹളവും പുകയും ഇതൊക്കെ ആവുമ്പോ ക്യാമ്പസിനെ ബാധിക്കൂലേ? വളരെ അപൂർവം ചിലവരെ വെക്കുന്നുള്ളൂ. ശരിക്കും അലൗഡ് അല്ല. നമ്മള് സൈക്കിള് മേടിക്കാൻ പോയപ്പോ ബെല്ല് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ആക്ച്വലി അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പം മൊത്തത്തിലൊരു കാം എൻവയൺമെന്റ്. ആ ക്യാമ്പസിന്റെ ആ ഒരു ഡിസിപ്ലിനും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും അത് ചെയ്തിട്ടുണ്ട്. പ്രൊഫസേഴ്സ് ഒക്കെ അവിടെ തന്നെ ക്യാമ്പസിൽ തന്നെയാണോ അവരെ താമസം? അങ്ങനെ മെജോറിറ്റി അങ്ങനെയാണ്. അപൂർവം ചിലവരുണ്ട് പുറത്ത് പോയി. അവർക്കായിട്ട് സെപ്പറേറ്റ് ഒരു ഇതുണ്ട്. അവിടേക്ക് നമ്മളെന്താ അങ്ങനെ അലൗഡ് ആക്കില്ല. നമ്മള് അപ്പോയിന്റ്മെന്റ് എടുത്താല് ഏതെങ്കിലും സാറിനെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ അലൗഡ് ഉള്ളൂ. അങ്ങനെ ടീച്ചേഴ്സിനോട് നമുക്ക് എങ്ങനെയെങ്കിലും പിന്നെ ക്ലാസ് റൂമിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് ഡൗട്ട് ചോദിക്കാനോ അങ്ങനെയൊക്കെയുള്ള പ്രൊവിഷൻ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. എല്ലാ പ്രൊഫസേഴ്സും ഒരു 1 hour ഒക്കെ അവരുടെ ഒരു ഓഫീസ് അവർ എന്ന് പറഞ്ഞിട്ട് വെക്കും. അത് നമുക്കൊരു കോഴ്സ് ഒരു ഇയറിൽ തുടങ്ങുമ്പോ തന്നെ അവര് പറയും ഈ സ്പെസിഫിക് ടൈം ആയിരിക്കും എന്റെ ഓഫീസ് അവർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സമയത്ത് വരാന്ന് പറഞ്ഞു. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സബ്ജക്റ്റിനും ട്യൂട്ടേഴ്സ് ഉണ്ടാവും. PhD ഒക്കെ ചെയ്യുന്ന അവരായിരിക്കും. അപ്പൊ നമുക്ക് അവരെയും കോണ്ടാക്ട് ചെയ്യാം. അവരാവും കുറച്ചും കൂടെ നമുക്ക് കംഫർട്ടബിൾ ആവും. ലൈക് ദേ വിൽ ബി മോർ അവൈലബിൾ പ്രൊഫസേഴ്സിനെക്കാളും. അപ്പൊ ആ ഒരു 1 hour എന്ന് പറയുമ്പോ എപ്പോഴും അവിടെ പോയി, കാരണം ഫാക്കൽറ്റി ബിൽഡിംഗ് വരെ പോകാൻ തന്നെ 1 കിലോമീറ്റർ സൈക്കിൾ ഓടിക്കണം. എന്നിട്ട് അവിടെ പോയി ലൈൻ നിന്ന്. അപ്പൊ അതിലും നല്ലത് ക്ലാസ് കഴിയുമ്പോ തന്നെ ചോദിക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ട്യൂട്ടേഴ്സ് വഴി ഡൗട്ട് ചോദിക്കാം. അങ്ങനെയൊക്കെ. പിന്നെ അവിടെ പോയ സമയത്ത് ഇപ്പൊ എനിക്കുണ്ടായ ഒരു അനുഭവം ഉണ്ടായി, ഞാൻ പറയാം. അതിന് ഞാൻ ചോദിക്കട്ടെ, ഗോപികനോട് ചോദിക്കുകയാണ്. എന്നെക്കാളും ഭയങ്കര നോളജൊക്കെ ഉള്ള കുട്ടികളാണ് ബാക്കിയുള്ളവര്. നമ്മൾ കുറച്ച് അത്ര നോളജ് ഇല്ലാതെ എത്തിയതാണോ? അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫീലിംഗ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു അല്ലേ? എനിക്ക് തോന്നിയെന്ന് വെച്ചാല് ഞാൻ സ്റ്റേറ്റ് സിലബസ് പഠിച്ചതായിരുന്നു.
അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് കാരണം ഇപ്പൊ മലയാളീസ് 10 പേരെ കൂടെ ഉള്ളതെന്നുണ്ടെങ്കിലും ആ ബാക്കി 9 പേരും CBSE പഠിച്ചവരായിരുന്നു, ICSE CBSE. അപ്പൊ അവർക്കൊക്കെ ഇപ്പൊ ഞാൻ ബയോളജി സയൻസും പഠിച്ചതായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഈ കോഡിങ്ങിൽ ഓൾറെഡി ഭയങ്കര നോളജ് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ അതേ സ്റ്റേറ്റിൽ നിന്ന് വന്ന പിള്ളേരുടെ തന്നെ എന്നൊക്കെ കുറച്ച് ലെവല് കൂടിയതാണോ, ഞാൻ ഇവിടെ ആപ്റ്റ് ആണോ, ഞാൻ എനിക്ക് പൊങ്ങാത്ത വെയിറ്റ് എടുത്ത് പൊക്കുകയാണോ, അങ്ങനൊക്കെ ഒരു ഇപ്പൊ റെഡി ആയി. നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇയറിൽ പിന്നെ എന്താന്ന് വെച്ചാല് എല്ലാവർക്കും കോമൺ സബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ എന്താ വെച്ചാൽ ഒബ്വിയസ്ലി നമുക്ക് ഇപ്പൊ CSE ഒക്കെ എന്തായാലും ഒബ്വിയസ്ലി കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നല്ല റാങ്കിലുള്ള പിള്ളേരായിരിക്കും, ചിലപ്പോൾ എത്താൻ പറ്റിയില്ല എന്ന് വരും. പക്ഷെ പിന്നെ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ബ്രാഞ്ച് വൈസ് സ്പ്ലിറ്റ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ ബെസ്റ്റ് കുറച്ചും കൂടി ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് ഇതേപോലത്തെ അനുഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം പോയ സമയത്ത് ഞാൻ BSc കഴിഞ്ഞിട്ടാണ് പോകുന്നത്. BSc ഇവിടെ ഫറൂഖ് കോളേജിലായിരുന്നു, BSc ഫിസിക്സ് കഴിഞ്ഞിട്ട്. അപ്പൊ അവിടെ എത്തിയ സമയത്ത് ഞങ്ങളോടൊക്കെ പെർസെൻറ്റേജ് മാർക്ക് ചോദിച്ചു, എത്ര മാർക്ക് കിട്ടിയത് ഒരു സാറ് വന്ന സമയത്ത്. അപ്പൊ ഞങ്ങൾ 3 മലയാളീസ് ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടിയത് 81.7% ആണ് BSc കിട്ടിയത്. എന്റെ കൂടെ ഉള്ളവർക്കൊക്കെ അതിനേക്കാൾ ഒരുപാട് അധികം കിട്ടിയിട്ടുണ്ട്. എനിക്കാണ് ഏറ്റവും കുറവ് കിട്ടിയത്. അപ്പൊ ഞങ്ങളിത് ഭയങ്കര അഭിമാനത്തോടു കൂടി, പക്ഷേ സംഭവം പിന്നീടാണ് നമുക്ക് മനസ്സിലായത്, ഞങ്ങൾക്ക് പെർസെൻറ്റേജ് കൂടുതലുള്ളൂ, നോളജ് അവിടെ ഉള്ളവർക്കാണ് കൂടുതൽ. അവരുടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞത് ഹയസ്റ്റ് പെർസെൻറ്റേജിനാന്ന് എനിക്ക് ഓർമ്മ ഉണ്ട്, അവനുള്ളത് 76% ആവും. പക്ഷെ അവര് BSc ഹോണേഴ്സ് കഴിഞ്ഞിട്ടാണ്, BSc ഹോണേഴ്സ് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് അവര് വന്നത്. അവര് ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ അന്ന് ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ BSc തന്നെ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ കേൾക്കുന്നത് MSc എത്തിയ സമയത്താണ്. അവിടെയാണ് ഡിഫറൻസ് വന്നത്. ഇവര് പലതും ഞാൻ ചെറിയ ക്ലാസ്സിലെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബേസ് ഉണ്ടാവും. ഞാൻ അവിടെ എത്തിയിട്ടാണ് പ്രോഗ്രാമിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം. പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ മാർക്ക് കുറച്ച് പറയാൻ ആഗ്രഹിച്ച് തോന്നിയ ഒരു സന്ദർഭമായിരുന്നു അത്. കാരണം നമ്മൾ 81 എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവര് നമ്മളെ തെറ്റിദ്ധരിക്കുമോ, ഭയങ്കര നോളജ് ഉള്ള ആളെന്നൊക്കെ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാല് ആ പേടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ചെയ്തിരുന്നു, എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു നമുക്ക് കുറച്ച് പറയാം. പക്ഷെ ഒരാൾക്ക് കിട്ടിയത് 92% മാർക്ക് ഞങ്ങളെ കൂട്ടത്തില്. അവൻ സമ്മതിച്ചില്ല, ഞാൻ കുറച്ച് പറയില്ലെന്ന് പറഞ്ഞു. പിന്നെ അവൻ കുറക്കാതെ പിന്നെ എനിക്ക് കുറക്കാൻ ഓപ്ഷൻ ഇല്ല. കാരണം പിന്നെ ഞാൻ വീണ്ടും കുറച്ച് പറഞ്ഞാല് എല്ലാവർക്കും മാർക്ക് നന്നായി കിട്ടുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്, അതിലൊന്നും കിട്ടാത്ത ആളാണ് ഇയാൾ നിന്നെ പറ്റി തെറ്റിദ്ധരിക്കൂലേ. അങ്ങനെ ആയിരുന്നത്. പക്ഷെ നീ പറഞ്ഞ പോലെ തന്നെ ഇനീഷ്യലി ഞങ്ങൾ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തു. പക്ഷെ സൂണർ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ കാര്യങ്ങളൊക്കെ കോപ്പപ്പ് ചെയ്ത് ഞങ്ങൾ ട്രാക്കിലായി. ഏതായാലും ശിവാനി, ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെ നമുക്ക് ഒരുപാട് സംസാരിക്കണം. നിന്നെ കണ്ടപ്പോ എനിക്ക് പഴയ ഓർമ്മകളിലേക്കൊക്കെ അങ്ങോട്ട് പോയി. നോർത്ത് നമ്മള് സത്യത്തിൽ നമ്മള് അയൽവാസികളാണ്. അവിടെ ഇവിടെ അല്ല, നോർത്തില്. ഏതായാലും നമുക്ക് വീണ്ടും സംസാരം തുടരണം മറ്റൊരവസരത്തില്. ഓക്കെ.